ഹായ് എവ്രി വൺ, വെൽക്കം ടു ലാം പി എസ് സി. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് മെയിൻസ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ സിലബസിൽ 30 മാർക്കിന് വരുന്ന ഒരു ഏരിയയാണ് കേരള എക്കണോമി ആൻഡ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിൽ പലർക്കും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം ഈ ഒരു സെക്ഷനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ മുൻനിർത്തിക്കൊണ്ട് അനലൈസ് ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സെഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഫോക്കസ് ഏരിയ എന്തായിരിക്കണം എന്നുള്ളത്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സസ് പഠിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളൊക്കെ ഓൾറെഡി ഇപ്പം ലാം പി എസ് സിയുടെ ക്ലാസ്സുകൾ എൻറോൾ ചെയ്ത് നിങ്ങൾ ആ ക്ലാസ്സുകൾ വാച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ചില ഏരിയാസ് നമ്മൾ എസ്പെഷ്യലി ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേരള എക്കണോമിയുടെ പെർസ്പെക്റ്റീവിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റീസെന്റ് ആയിട്ടുള്ള ഡാറ്റ. അതുപോലെ തന്നെ ആ ഡാറ്റകൾക്ക് ഒരു ട്രെൻഡ്, ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. ചിലപ്പം കൂടുകയായിരിക്കും, ചിലപ്പം കുറയുകയായിരിക്കും. അപ്പം കഴിഞ്ഞ ഒരു 4-5 വർഷം അല്ലെങ്കിൽ ഒരു ഡെക്കേഡിലായിട്ട് അതിനൊരു ഗ്രോത്ത് ആണോ, ഒരു ഡിക്ലൈൻ ആണോ, അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് ആണോ എന്നിങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. രണ്ടാമതായിക്കൊണ്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ് ഗവൺമെന്റ് സ്കീംസ്. ഓക്കെ, ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് ഗവൺമെന്റ് സ്കീംസ്, അതുപോലെ തന്നെ ഗവൺമെന്റ് പ്രോഗ്രാംസ്, പോളിസീസ്. അപ്പോൾ ഈ കാര്യങ്ങളിലും കൂടെ എംഫസിസ് ചെയ്തുകൊണ്ടായിരിക്കണം. എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു എക്കണോമി സിലബസിൽ ഓൾറെഡി സിലബസിന്റെ ബ്രീഫിങ്ങും ഡിസ്കഷനും ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ കഴിഞ്ഞതാണ്. അപ്പം അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനമായിട്ട് വരുന്ന സ്കീംസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുകളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്ത് വരുന്ന സ്കീംസ്, പ്രോഗ്രാംസ്, പോളിസീസ്, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നീട് വരുന്നതാണ് കേരള സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾസ്. ചില കാര്യങ്ങളിലൊക്കെ കേരളത്തിന് തങ്ങളുടേതായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള മൗലികമായിട്ടുള്ള ഒരു വികസന മാതൃകകളുണ്ട്. കേരള ഡെവലപ്മെന്റ് മോഡൽ എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ മൗലികമായിട്ട് കേരളത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു മാതൃകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു മാതൃകയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് ചോദ്യങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കിഫ്ബി. ഇതല്ലാതെ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. MSME സെക്ടറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ചോദ്യങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ കാണിച്ചു തരാം. PYQന്റെ ബേസിൽ തന്നെ ഇതൊക്കെ എങ്ങനെയാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായി. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ്. ഓരോ സെക്ടറുകളിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഏത് സെക്ടറിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കാണിക്കുന്നത്, ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓരോ സെക്ടറിലും കേരളം കാണിക്കുന്ന അച്ചീവ്മെന്റ്സ്. ഇപ്പൊ കഴിഞ്ഞ KS എക്സാമിനേഷന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ക്ലാസിന്റെ ഡിസ്കഷനിൽ ഇൻക്ലൂഡ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കേരളത്തിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അച്ചീവ്മെന്റ്സ്, അതുപോലെ തന്നെ മുൻകഴിഞ്ഞ 2020 നടന്നിട്ടുണ്ടായിരുന്ന KS എക്സാം, ആ എക്സാമിനേഷനിലും കേരളത്തിന്റെ അച്ചീവ്മെന്റ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതേ ഒരു ട്രെൻഡ് കേരള എക്കണോമിയുടെ ക്വസ്റ്റ്യൻസ് മെയിൻസ് എക്സാമിനേഷൻ, സെക്രട്ടേറിയറ്റ് മെയിൻസ് എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഡെഫിനറ്റ്ലി PSC കുറെ കാലങ്ങളായിട്ട് കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുള്ള ഒരു പഴി റീസെന്റ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നന്നായിട്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ള, കൃത്യമായിട്ട് ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഈവൻ നമ്മുടെ സെക്രട്ടേറിയറ്റ് പ്രിലിംസ് എക്സാമിനേഷന്റെ phase 1 പല ചോദ്യങ്ങളും കൺസെപ്ച്വൽ ക്ലാരിറ്റി ആവശ്യമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പം അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായിക്കൊണ്ട് മെയിൻസ് എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം. അപ്പം കൺസെപ്ച്വൽ ക്ലാരിറ്റി കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ GDP, ഓക്കെ, അതിന്റെ തമ്മിലുള്ള കമ്പാരിസൺ, ട്രെൻഡ്, കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന് പൊതുവെ നമ്മൾ നോളജ് എക്കണോമി എന്ന് പറയാറുണ്ട്. അപ്പം വാട്ട് ഇസ് ദിസ് നോളജ് എക്കണോമി? ആ ടേമുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അവഗാഹം നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള മോഡൽ ഡെവലപ്മെന്റ്, അത് എന്ന് ആരംഭിച്ചു, ആരാണ് ഈ ടേം കോയിൻ ചെയ്യുന്നത്, ആരാണ് ഈ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു ഡ്രാഫ്റ്റർ അല്ലെങ്കിൽ ഒരു ഉപജ്ഞാതാവ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റ്. റീസെന്റ് ടൈംസിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റ് വരുന്നതായിട്ട് നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. NH-66 വരുന്നുണ്ട്, വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ സർവകലാശാലകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാതെ പ്രൈവറ്റ് സെക്ടറിലും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ലുലു ഗ്രൂപ്പ് അവരുടെ പുതിയ IT ട്വിൻ ടവേഴ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പം
ഈവൻ പ്രൈവറ്റ് സെക്ടർ ആയാലും ഗവൺമെന്റ് ആയാലും PPP മോഡൽ ആയാലും, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ വരുന്ന പ്രൊജക്ടുകളായാലും ഇതൊക്കെ നമ്മളൊന്ന് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന്റെ ഇമ്പോർട്ടൻസ്, എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്, അതിന്റെ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതിന്റെ ഡേറ്റ് ഓഫ് ഇനാഗുറേഷനും ആവശ്യമുണ്ട്. ഓക്കെ, സോ ഞാൻ കാണിച്ചു തരാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയൊക്കെ ഇത് വന്നിട്ടുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ അതിന്റെ ലോഞ്ചിങ് ഡേറ്റ് ആവശ്യമുണ്ട്, അതിന്റെ ലൊക്കേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ലൈക്ക് ലൊക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിജിറ്റൽ കോറിഡോർ കേരളത്തിൽ എവിടെയാണ്, അല്ലെങ്കിൽ ഏത് ദേശീയപാതയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഓൾറെഡി KS എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേരള എക്കണോമി പെർസ്പെക്റ്റീവിൽ വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ തറവായിട്ട് തന്നെ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് PYQ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ PYQ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ഞാൻ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു ട്രെൻഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളത്. അപ്പൊ അങ്ങനെ ട്രെൻഡ് ബേസ്ഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഡെമോഗ്രഫി അല്ലെങ്കിൽ പോപ്പുലേഷൻ ആണ്. അപ്പൊ നമ്മുടെ മെയിൻസ് സിലബസിൽ വരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഏരിയ ആണ് ഏജിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഏജിങ് എന്ന് പറയുന്ന ഒരു ഏരിയ പറയുന്ന സമയത്ത് അവിടുത്തെ നമ്മുടെ ഡെമോഗ്രഫിക് ട്രെൻഡ് അല്ലെങ്കിൽ ഡെമോഗ്രഫിക് ട്രാൻസിഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ ലൈക്ക് 2011 സെൻസസ് പ്രകാരം താഴെ തന്നിരിക്കുന്ന ഡിസ്ട്രിക്റ്റുകളെ, ജില്ലകളെ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു അറേഞ്ച് ദം ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ, ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ, ജനസാന്ദ്രതയല്ല ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ. ജനസംഖ്യയും അതുപോലെ തന്നെ ജനസാന്ദ്രതയും രണ്ടാണ്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പോപ്പുലേഷനും പോപ്പുലേഷൻ ഡെൻസിറ്റിയും. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ജനസംഖ്യ, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ജനസാന്ദ്രത. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോപ്പുലേഷന്റെ ബേസിലാണ്. ഓക്കെ, അതായത് പ്യുവർ നമ്പറിന്റെ ബേസ്ഡ് ആണ്. പോപ്പുലേഷൻ ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ. അപ്പം ഏറ്റവും ഹയർ പോപ്പുലേഷൻ വരുന്ന സംസ്ഥാനം ജില്ല ആദ്യം എഴുതണം. അതിനുശേഷം ആ ഒരു കുറഞ്ഞു വരുന്ന ഓർഡറിൽ നമ്മൾ മറ്റ് ജില്ലകളെ കൂടി എഴുതണം. അപ്പൊ ഇത്തരത്തില് ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ ഒരു അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് നമ്മുടെ PSCയുടെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അതേ ക്വസ്റ്റ്യൻ അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ട്രെൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഡിഫറെന്റ് ഏരിയയുമായിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ആ പ്രോജക്റ്റുകളെ മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുക. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് കുടുംബശ്രീ ആരംഭിച്ചിരിക്കുന്ന പ്രോജക്റ്റ് ഏതാണ് എന്നുള്ളതാണ്. സോ ആൻസർ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാം. നമ്മൾ ആൻസർ അല്ല ഡിസ്കസ് ചെയ്യുന്നത്, ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, സ്കീംസ്, ഇതെല്ലാം ചോദ്യങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഡിഫറെന്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ്. അപ്പം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ്സ് മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിക്കണം. എന്നാൽ അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഡിസ്ട്രിക്ട് ഗവൺമെന്റ് കൊണ്ടുവരുന്ന സ്കീംസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അത് ലൈക്ക് സിഗ്നിഫിക്കന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിക്കണം. അപ്പൊ നമ്മുടെ മെയിൻസ് എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതും കൂടെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്. സോ ഇനീഷ്യേറ്റീവ്സ് അത് ഡിസ്ട്രിക്റ്റിന്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെതും രണ്ടും ഒരുപോലെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഡിസ്ട്രിക്റ്റിന്റെ ഇനീഷ്യേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഇസ് ദ ബുക്ക് പബ്ലിഷ്ഡ് ബൈ ദി കേരള സാഹിത്യ അക്കാദമി ആൻഡ് കമ്പൈൽഡ് ബൈ തൃശൂർ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അബൌട്ട് ദി കേരള ഫ്ലഡ്? പ്രളയാക്ഷരങ്ങൾ എന്ന് പറയുന്ന ബുക്കാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ രൂപത്തിലൊക്കെ ഇനീഷ്യേറ്റീവ്സ് ആയാലും ഡിസ്ട്രിക്ട് ലെവലിലുള്ള പ്രോജക്റ്റുകളായാലും അതൊക്കെ ചോദ്യങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനടുത്തത് എനർജി എന്ന് പറയുന്നത് കേരള എക്കണോമിയിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ കേരളത്തിലെ മേജർ ആയിട്ടുള്ള എനർജി പ്രോജക്റ്റുകളെ കുറിച്ചിട്ട്, അത് ചിലപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളായിരിക്കാം, ഇനി അതല്ലെങ്കിൽ റിന്യൂവബിൾ സെക്ടറിൽ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന പ്രോജക്റ്റുകളായിരിക്കാം. അപ്പം ഈ എല്ലാ ഏരിയയിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം PYQ ക്വസ്റ്റ്യൻസ് ഈ പെർസ്പെക്റ്റീവിൽ നമുക്ക് വരാവുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന ചോദ്യം നോക്കാം. Following is the list of the hydroelectric projects in Kerala. Which among them is the hydroelectric project in the Idukki district? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ലൊക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോക്കസ് ഏരിയ പറഞ്ഞ സമയത്ത് ലൊക്കേഷൻ നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പറയാൻ കാരണം ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിൽ ലാർജസ്റ്റ് ഏതാണ്, സ്മോളസ്റ്റ് ഏതാണ്. ഓക്കെ, അപ്പം ആ രൂപത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അതിന് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ട്, വീണ്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ ആൻസർ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആൻസർ ഡിസ്കഷൻ അല്ല നമ്മുടെ ഈ ഒരു സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആൻസേഴ്സും കാര്യങ്ങളൊന്നും ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്.
ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് സ്കീംസ് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്കീംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ പ്രൊജക്ട് ഓഫറിംഗ് ഫ്രീ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ചിൽഡ്രൻ ബിലോ 18 ഇയേഴ്സ് ഓഫ് ഏജ് ഇൻ കേരള ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ ഇൻകം സ്റ്റാറ്റസ്. അതാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പം ഇതിനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അതായത് ആരോഗ്യ കിരണം ഇസ് എ ഫ്രീ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ചിൽഡ്രൻ ബിലോ 18 ഇയേഴ്സ് ഓഫ് ഏജ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് ഹെൽത്ത് കെയർ ഓർ ദ ട്രീറ്റ്മെന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഇൻകം സ്റ്റാറ്റസ്. അപ്പൊ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഇൻകം സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആയേക്കാം. അതായത് റിച്ച് ആയിട്ടുള്ള ആളുകൾക്കും ഇതേപോലെ ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോന്ന്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ അത് റോങ് ആയിട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ച ചോദ്യം തന്നെയാണ്. സോ അതിന്റെ ആൻസർ ആണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ അതേ ചോദ്യം തന്നെ എടുത്തിട്ട് റീഫ്രെയിം ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലോ അല്ലെങ്കിൽ ചിലപ്പോൾ അസേഷൻ റീസൺ ഫോർമാറ്റിലേക്കൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സ്കീംസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചിൽഡ്രൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻസ് സിലബസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള 2 ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഒന്നാണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിൽവർ എക്കണോമി എന്ന് പറയുന്ന കാറ്റഗറി. രണ്ടാമത്തത് വുമൺ ആണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ജെൻഡർ. അപ്പൊ ജെൻഡർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കും വുമൺ ഓൾറെഡി ഡിസ്കസ് ചെയ്തില്ലേന്ന്. യെസ്, വുമൺ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ജെൻഡർ പെർസ്പെക്റ്റീവിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ LGBTQ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവും കൂടെ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ ജെൻഡർ സെപ്പറേറ്റ് എഴുതിയിട്ട് തന്നെ എംഫസിസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അഗെയിൻ വീണ്ടും സ്കീംസ് പെർസ്പെക്റ്റീവിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം നമുക്ക് നോക്കാം. ദ മിഷൻ എയിംഡ് ടു ട്രാൻസ്ഫോം പബ്ലിക് ഹെൽത്ത് സെക്ടർ ഇൻ കേരള. അപ്പം നമ്മുടെ കേരള മോഡൽ ഡെവലപ്മെന്റിൽ സർവീസ് സെക്ടർ ഒക്കെ മെൻഷൻ ചെയ്യുന്ന സമയത്ത്, കേരള എക്കണോമിയിലും സർവീസ് സെക്ടർ മെൻഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് സെക്ടറിനെ ട്രാൻസ്ഫോം, അതിലൊരു ചേഞ്ച്, ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്കീം ഏതാ എന്നുള്ള രൂപത്തിലേക്ക് ചോദ്യം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് ആർദ്രം സ്കീം. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതേ രൂപത്തിലേക്ക് സ്കീംസുകളെ കുറിച്ചിട്ട് ഹെൽത്ത് സെക്ടറിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കീം ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് സെക്ഷൻസിന് വേണ്ടിയിട്ട്, ഡിഫറെന്റ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സ്കീമുകൾ വരുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ദെൻ അതേപോലെ തന്നെ കൺസെപ്ച്വൽ ക്ലാരിറ്റി ചെക്ക് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റവന്യൂ ഡെഫിസിറ്റും ഫിസിക്കൽ ഡെഫിസിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇത് റീസെന്റ് കഴിഞ്ഞ KS 2025 എക്സാമിനേഷനിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇത് ഓൾറെഡി ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ഡീറ്റെയിൽസ്. അത്രത്തോളം ഡെപ്തിലേക്ക് പോകുന്നില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഒരു പെരിഫറൽ ആയിട്ടുള്ള നോളജ് മാത്രം പോരാ. എന്നാൽ ഇതേ എക്സാമിനേഷനിൽ തന്നെ എന്ത് ചോദിച്ചിട്ടുണ്ട്? കേരളത്തിന്റെ റവന്യൂ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ് ആൻഡ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്, ഇത് മൂന്നിന്റെയും ഡാറ്റ തന്നിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഡാറ്റയാണ്. ഓക്കെ, ഡാറ്റയാണ് നമുക്ക് തന്നത്. അപ്പം ഈ ഓരോ റവന്യൂ ഡെഫിസിറ്റിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റയുമായിട്ട് മാച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ഡാറ്റയും അറിവ് വേണം. ഇതൊക്കെ ഓരോന്നും എന്താണെന്നുള്ള കൺസെപ്ച്വൽ ക്ലാരിറ്റിയും വേണം. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഓരോ ടേംസും കൃത്യമായിട്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോക്കസ് ഏരിയ പറഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും നിങ്ങൾ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളത്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കുക, which of these 2 institutions collaborated for India Innovation Center for Graphene? ഓക്കെ, സോ ഒരു ഇൻഡസ്ട്രിയൽ കൊളാബറേഷനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ദ ആൻസർ ഇസ് ഒബ്വിയസ്ലി ഗിവൺ ഹിയർ. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഏരിയാസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ പ്രൊജക്റ്റിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അക്കാദമി, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിന് ഡിഫറെന്റ് സപ്പോർട്ടുകളായിരിക്കും കൊടുക്കുന്നത്. ഇപ്പൊ ലൈക്ക് നമ്മുടെ ബാംബു മിഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ലൈക്ക് കോർഡിനേഷൻ മാനേജ്മെന്റ് സപ്പോർട്ട് കൊടുക്കുന്നത് ആരാണ്? കിഫ്ബി, അതിന്റെ മാനേജ്മെന്റ് സപ്പോർട്ട് കൊടുക്കുന്നത് ആരാണ്? അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യം വരും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. ഓക്കെ, ദെൻ നമ്മുടെ PYQലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങളും കൂടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇതെന്ന് പറയുന്നത് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ അതേ ചോദ്യം കേരള എക്കണോമിയിലേക്ക് വരുന്ന സമയത്ത്, കാരണം ഇത് ഇന്ത്യൻ എക്കണോമിയിൽ ചോദിച്ചതാണെങ്കിൽ കേരള എക്കണോമിയിലേക്ക് വരുന്ന സമയത്ത് സിമിലർ പാറ്റേണിലുള്ള ചോദ്യം വരാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിനെ ചോദിച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചിട്ട് 4 സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 4 സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റീസെന്റ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പം അവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ ചില ഇൻപുട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഒന്ന്, ഇതെന്നാണ് ഇനാഗ്രേറ്റ് ചെയ്തത് എന്നുള്ള ഡേറ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്?
ചോദിച്ചിട്ടുണ്ട്. അത് കൂടാതെ അതിന്റെ ഫീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് പുതിയ പാമ്പൻ പാലത്തിൻ്റെത് മാത്രമല്ല, പഴയ പാമ്പൻ പാലത്തിന്റെ ഫീച്ചേഴ്സും കൂടെ നിങ്ങൾ അതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഒബ്വിയസ്ലി 1961 അത് വരുന്നത്, ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ മറ്റു ഫീച്ചർ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ദെൻ അതിന്റെ ഡാറ്റയും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്നുള്ള അതിന്റെ ഉയരവും അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള നീളവും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത്തരം ഇൻഫർമേഷൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ അഗെയിൻ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു ചോദ്യം, റോഡ് സാന്ദ്രത. ഓക്കെ, സോ റോഡ് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പം റോഡ് ഡെൻസിറ്റി അല്ലെങ്കിൽ റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ് എന്നാണ്. സോ ഒബ്വിയസ്ലി യു മേ ബി നോയിങ് ദി ആൻസർ, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം കേരളത്തിൽ നടക്കുന്ന ഒരു PSC എക്സാമിനേഷൻ ആവുന്ന സമയത്ത് ബൈ ലോജിക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. അപ്പോൾ റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ കേരളം ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ലോജിക് മതി, യു വിൽ ഗെറ്റ് ദി ആൻസർ. പക്ഷെ നമ്മുടെ ഇൻപുട്ട് അതല്ല. നമ്മളിവിടെ നമ്മൾ എടുക്കേണ്ട ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ചോദ്യങ്ങൾ ഡെഫിനറ്റ്ലി ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ് എന്നുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതേ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇനി അസ്യൂം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകൾ അതിന്റെ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡറിൽ ഏറ്റവും ചെറുത് എവിടെയാണ്, നമ്മൾ നേരത്തെ കണ്ടത് ലൊക്കേഷൻ ആണ്. അപ്പൊ അതേപോലെ തന്നെ ഏറ്റവും ചെറുത് വലുത് ഏറ്റവും കൂടുതൽ പവർ ഉത്പാദിപ്പിക്കുന്നത് ഏതാണ്, ഏറ്റവും ആദ്യം നിലവിൽ വന്നതാണ്, ഏറ്റവും അവസാനം നിലവിൽ വന്നത് ഏതാണ്, ചിലപ്പോൾ അത് നിലവിൽ വന്നതിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒന്ന് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ദെൻ PYQയുടെ സോഴ്സ് എന്ന് നോക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ പാമ്പൻ പാലത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അത് 4th April 2025 PIBയിൽ വന്ന ന്യൂസ് ആണ്. ഇതിൽ കൃത്യമായിട്ട് ഈ ഓരോ ഇൻഫർമേഷൻസും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യസ് ഫസ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലെങ്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ആദ്യത്തെ പാമ്പൻ പാലം 1914 വന്നിരിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ബാക്കിയായിട്ട് ഇവിടെ ഈ ഒരു ന്യൂസിന്റെ ബാക്കിയായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ്. അപ്പൊ ആ സാലിയന്റ് ഫീച്ചേഴ്സിൽ കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെയാണ് PSC ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 2.08 ഓക്കെ, വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കി ഇൻഫർമേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേ കാര്യങ്ങൾ ഇവിടെ എന്താണോ ഹൈലൈറ്റ് ചെയ്തത്, ഓക്കെ നിങ്ങൾക്ക് കാണാം, ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതിന്റെ എന്നാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്, അതുപോലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണ്, ആ കാര്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അതിന്റെ ലെങ്ത് 2.08. ഓക്കെ, April 6 കാര്യം. ദെൻ ഇത് 1914 ആണ്. ഓക്കെ, 1961 അല്ല, ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ആണ്. അതേ ഇൻഫർമേഷൻ തന്നെയല്ലേ ഇവിടെ തന്നിരിക്കുന്നത്, 1914. ഓക്കെ, April 6 2.08. ഓക്കെ, 2.07 ഇവിടെ പറയുന്നുണ്ട്, പക്ഷെ ഇവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം 2.08 എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. 2.08 എന്ന്. അതുപോലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ്. അപ്പം സോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഫുള്ളൊന്നും നിങ്ങൾ റീഡ് ചെയ്യേണ്ട. അതിൽ പറഞ്ഞിരിക്കുന്ന ഹൈലൈറ്റഡ് ഫാക്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്തും. ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ എക്കണോമിയുടെ കാര്യം PIB ആണ് എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ കേസിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന സോഴ്സ് ആണ് PRD, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂസുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ചോദ്യം വരും. അപ്പൊ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ ആ ഒരു സോഴ്സിൽ വരുന്ന ചില ന്യൂസ് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്താണ്. ഓക്കെ, എന്നാൽ അതേപോലെ തന്നെ ഇത് December 17, 2024 PRDയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് കൊല്ലത്താണ് ആദ്യമായിട്ടൊരു ഓഷ്യനേറിയവും അതുപോലെ തന്നെ മറൈൻ ബയോളജിക്കൽ മ്യൂസിയവും വരുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം, അതും ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം ആണെങ്കിൽ കൊല്ലത്ത് വരുന്നത് ആദ്യത്തെ ഓഷ്യനേറിയവും അതുപോലെ തന്നെ മറൈൻ ബയോളജിക്കൽ മ്യൂസിയവുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതും ഒരു PPP പ്രൊജക്റ്റ് ഒക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ 300 കോടി രൂപയുടെ ഒരു പദ്ധതി, ഒരു PPP പ്രൊജക്റ്റ് ആയിട്ടൊക്കെയാണ് ഇത് വരുന്നത്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ. അപ്പം ഈ പെർസ്പെക്റ്റീവ് ഒക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് PYQ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയായിരിക്കണം ഈ ഒരു സെക്രട്ടേറിയറ്റ് മെയിൻസ് എക്സാമിനേഷനിൽ കേരള എക്കണോമിയെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ ഇതിലൂടെ കരുതുകയാണ്. അപ്പൊ ആ ഒരു ധാരണയുടെ പുറത്ത് തന്നെ ആയിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ടുള്ള സോഴ്സ് അതുപോലെ തന്നെ അപ്രോച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിനെ കുറിച്ചിട്ട് ഫർദർ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കമന്റ് ബിലോ. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുക.
we will make video according to it. Okay. സോ ദാറ്റ്സ് റിഗാർഡിങ് ഇറ്റ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. കാരണം ഈ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെയായിരിക്കും നമ്മളുടെ കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.